not a game, it's a rich thing. പ്രകാശമായും വെളിച്ചമായും ഈ സ്ഥാപനം മാറുകയാണ്. അനേക ആളുകൾക്ക് ജോലി നൽകുന്നു, അനേക ആളുകൾ ഇതിലേക്ക് വരുന്നു. അവരുടെ സാന്നിധ്യം, അവരുടെ ഇവിടെയുള്ള ഈ കടയിലേക്ക് വരുന്നതൊക്കെ ഈ കടയിൽ നടത്തുന്നവർക്ക് മാത്രമല്ല, നമുക്കെല്ലാവർക്കും സന്തോഷമുള്ളതായ കാര്യമാണ്. എന്തോ ചാരിറ്റിയിൽ അതുതന്നെ പല കാര്യങ്ങളിലും മേഴ്സിമാമ നമ്മുടെ പ്രത്യേകിച്ച് ഞങ്ങളുടെ കുമ്പോൺ ഭദ്രാസനത്തിലെ മുള്ളനിക്കാട് ഇടവകയാണ് 2 പേർക്കുള്ള വിഭാഗത്തിനുള്ള പൈസകൾ നൽകുന്നു. അതുപോലെ മറ്റു പല ഏത് കാര്യത്തിലും ഞങ്ങളുടെ ആത്മീയ സംഘടനകൾക്കൊക്കെയും
തുകകൾ നൽകി ഞങ്ങളെ സഹായിക്കുന്നു. എറണാകുളത്ത് ഷോപ്പിലെയും അവിടെയും ഞങ്ങൾ പോവുകയുണ്ടായി, കാണുകയുണ്ടായി. അവിടെയുള്ള സഭയിലെ ആളുകൾക്കുമൊക്കെ എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥനകളും അവരുടെ കഠിനാധ്വാനമൊക്കെയാണ് ഇങ്ങനെ ഒരു വിജയത്തിലേക്ക് വരുന്നത്. ഓരോ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോഴും അതിൻ്റേതായ പ്രയാസങ്ങൾ അതിൻ്റെ മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്നുണ്ടാകും. ഇത് വിജയിക്കുക എന്നുള്ളത് ഒരു ദൈവികമായ പദ്ധതിയുടെ ഭാഗമാണ്. ഇപ്പം മനുഷ്യന്മാരുടെ കൂടെ മറ്റു പലരുടെ കുടുംബാംഗങ്ങളായി വന്നുചേർന്നിരിക്കുകയാണ്. അവരുടെയൊക്കെ ഒരു വലിയ പരിശ്രമങ്ങളാണ് ഇതിനകത്തുള്ള വിജയം. ദൈവം ധനമെന്ന് പറയുന്നത് ഇന്ന് വരികയും നാളെ മറ്റൊരാളുടെ കയ്യിലേക്കൊക്കെ പോകുന്നതാണ്. അപ്പോൾ അതിങ്ങനെ റോൾ ചെയ്ത് പലർക്കായിട്ട് വരികയാണ്. ഇതെല്ലാം കൂടി ഏകീകരിക്കാനുള്ള കഴിവാണ് ബിസിനസ് വർദ്ധിപ്പിക്കുന്നതൊക്കെ. അപ്പോൾ എല്ലാം അനുഗ്രഹമായിട്ട്. എന്നാലും നല്ല അഭിപ്രായമാണ് സ്ഥാപനത്തെപ്പറ്റി എല്ലായിടത്തും നിന്നും കേൾക്കുന്നത്. അത് കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് വരാൻ ഇടയാകാം. പ്രാർത്ഥിക്കും. എന്നിട്ട് എല്ലാവരും ചെന്ന ഫോട്ടോ കിട്ടത്തക്ക രീതിയിൽ ചേച്ചി ഇത് കത്തിച്ചു. ഏതാ ഇതാണ് മോനെ, നീ ഇവിടെ കൂടെ നിൽക്കാൻ. ഇനി വിജയൻ ദേവിക നിങ്ങൾ രണ്ടുപേരും മോനെ വിജയ്, നിങ്ങൾ ദേവിയൻ വിജയ്. അച്ഛന്മാരുണ്ട്. നമുക്ക് ഉദാശ തുടങ്ങിയാണ് പ്രാർത്ഥന. എല്ലാവരും നമ്മുടെ വിശ്വാസം കൈക്കോട്ട് തിരിഞ്ഞുന്ന ജില്ലാ പഞ്ചായത്ത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വന്ന നിങ്ങളെല്ലാവരോടും ഒരുപാട് സ്നേഹം, സന്തോഷം. ഇതിന് നമുക്ക് സന്തോഷകരം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഒരു വിജയമാണല്ലോ ശരിക്കും. ഓരോ ഷോപ്പുകൾ പുതിയതായിട്ട് ഓപ്പൺ ആവുന്നതും വിജയമാണ്. ദൈവാധീനം വേണം, ഭാഗ്യം വേണം, പിന്നെ നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്കിൻ്റെ ഒരു ഫലമാണ്. അപ്പോൾ മറിയം ബുട്ടീക്കിൻ്റെ ഈ ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ അത് നമുക്ക് ഫാമിലി ആയിട്ട് സാധിച്ചതിൽ ഒരുപാട് സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്. അതെ, പിന്നെ അപ്പം അതുകൊണ്ട് ചേച്ചിക്ക് ഇനിയും ഒരുപാട് എന്താ പറയുക ഉയരങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഷോപ്പുകൾ ഇനിയും കേരളമെന്ന് മാത്രമല്ല പല സ്റ്റേറ്റുകളിലായിട്ട് അങ്ങനെ വലിയൊരു എന്താ പറയുക ശൃംഖലയായിട്ട് മറിയൻ ബുട്ടീക്ക് മാറട്ടെ. ഒപ്പം ഇപ്പം നമ്മൾ ഉദ്ഘാടനം ചെയ്ത റോം പാരറ്റ് അവരുടെയും ഇതൊരു വലിയ സെപ്പറേറ്റ് ഒരു വലിയ സെറ്റപ്പായി തന്നെ ഒരു ബ്രാൻഡായിട്ട് തന്നെ വരട്ടെ. അവർക്ക് ഒരുപാട് സന്തോഷം, സ്നേഹം. പിന്നെ നിങ്ങളെല്ലാവരോടും, ഇത് കാണുന്ന പ്രേക്ഷകരെല്ലാവരോടും ഒരുപാട് സ്നേഹം. വേറെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഭാഗമാവാൻ പറ്റുന്നത്. അപ്പം ആത്മജയുടെ രണ്ടാമത്തെ ഉദ്ഘാടനമാണ്. പിന്നെ അപ്പോൾ അന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹം, നന്ദി, സന്തോഷം. ലൈഫിലെ പുതിയ വിശേഷങ്ങൾ ഷെയർ ചെയ്യാം പ്രേക്ഷകർ. ലൈഫിലെ എന്തൊക്കെയാ പുതിയ വിശേഷം? ഞാൻ പ്രഗ്നന്റ് ആണ്. രണ്ടാമത് ദേവിക, അതാണ് ഒരു വിശേഷം. പിന്നെ ഞാനൊരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്, അതൊരു ചെറിയ വിശേഷം. പിന്നെ എന്താ വിശേഷം? ഇത്രേ ഉള്ളൂ. ഈ രണ്ട് വിശേഷവും വളരെ വിലപ്പെട്ട വിശേഷമാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം, സപ്പോർട്ട്, പ്രാർത്ഥന ഉണ്ടാവണം. ഇത് തന്നെ പറയാനുള്ളൂ. സിനിമയുടെ കാസ്റ്റിംഗ് ഹീറോ ഗോകുൽ സുരേഷാണ്. പിന്നെ ബാക്കി കാസ്റ്റിംഗ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. സിനിമയാണല്ലോ, അറിയാലോ. അതെല്ലാം ഫൈനൽ സ്റ്റേജ് ആകുമ്പോഴേ നമുക്കെല്ലാം പറയാൻ പറ്റത്തുള്ളൂ. ഫുൾ സപ്പോർട്ട് ഉണ്ടാവുക. നിങ്ങളുടെ ഒരൊറ്റ ധൈര്യത്തിലാണ് ഞാൻ ഈ പണിക്ക് ഇറങ്ങിയിരിക്കുന്നത്. സിനിമയിൽ ദേവിക്ക് ഒരു ക്യാരക്ടർ ഉണ്ടാവും. ദേവിക ആ സമയത്ത് ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരിക്കും. ഞാൻ അപ്പുറത്ത് പ്രസവിക്കുമ്പോൾ ഇപ്പുറത്തെ പടം റിലീസ് ചെയ്യാനുള്ള പ്ലാനിലാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. അറിയത്തില്ല, നമ്മുടെ ആഗ്രഹങ്ങളാണ്. പിന്നെ എല്ലാ ഈശ്വരൻ തരുന്ന പോലെ എന്നോട് പറഞ്ഞു ഒരു പ്രഗ്നന്റ് ലേഡിയുടെ ഒരു റോൾ ഉണ്ട്, താങ്കൾ വേണമെങ്കിൽ എടുത്തോന്നൊക്കെ പറഞ്ഞു. വേണ്ട, ഒരു സംഭവം ഉണ്ടാകും. ഞാൻ കുത്തിക്കയറ്റിയതാണ്. പക്ഷെ എന്നാലും നോക്കാം, നമുക്ക് സാഹചര്യം പോലെ ഒക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം അല്ലേ. ആത്മജനെ എനിക്ക് അഭിനയിപ്പിക്കണമെന്ന് ആഗ്രഹം. ആത്മജ നമ്മുടെ ഒരു ലക്കി ചാമാണ്. അപ്പം
സിനിമ ഹിറ്റാവാൻ അല്ലേ? ദേവികയുടെ ഈ ഒരു സമയത്ത് സന്തോഷം പ്രേക്ഷകരായിട്ടൊന്ന് ഷെയർ ചെയ്യാം. വലിയ സന്തോഷം. ഞാൻ എപ്പോഴും പറയാം, എനിക്ക് എല്ലാ ദിവസവും വളരെ സന്തോഷമുള്ള ദിവസങ്ങളാണ്. പക്ഷെ ഇപ്പം രണ്ടാമത് കൺസീവ് ആയതും സിനിമയുടെ കാര്യങ്ങളും എല്ലാം എന്താ പറയുക, നല്ല ഓരോ ദിവസവും സന്തോഷങ്ങൾ കൂടിക്കൂടി വരികയാണ്. അപ്പം അതിനെല്ലാം എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. എല്ലാവരുടെയും പ്രാർത്ഥന ഉള്ളതുകൊണ്ടും എല്ലാവരും കാണുന്നതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് ഇപ്പം നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ഒരുപാട് സന്തോഷം. ജീവിതത്തിൽ വരുന്ന നെഗറ്റീവ് കമന്റ്സിനൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? നെഗറ്റീവ് കമന്റ്സ് ആദ്യമൊക്കെ നമുക്ക് ഇച്ചിരി ദുഃഖകരമായി തോന്നിയിട്ടുണ്ട്. പിന്നീട് മറ്റു ആൾക്കാർക്ക് കിട്ടുന്ന നെഗറ്റീവ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്ര ഇല്ല. അങ്ങനെ ഞാൻ സമാധാനിക്കുന്നത്. പിന്നെ അങ്ങനെ ഞാൻ നെഗറ്റീവ് പറയാനുള്ള സാഹചര്യങ്ങൾ പൂർവാധികം ശക്തിയോടെ ഒഴിവാക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കാരണം എനിക്ക് ഫീൽ ചെയ്യും പെട്ടെന്ന്. അപ്പോൾ നമ്മളെന്തിനാണ് വെറുതെ എൻ്റെ എനർജി കളയുന്നതെന്ന് വിചാരിച്ച് ഞാൻ നെഗറ്റീവ് പറയാൻ സാധ്യതയുള്ളതൊക്കെ പൊതുവെ ഒഴിവാക്കി പോസിറ്റീവായിട്ട് മാക്സിമം എല്ലാവർക്കും ഇഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യുക. ആരെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിക്കുമ്പോഴാണല്ലോ നെഗറ്റീവ് പറയുന്നത്. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ പറ്റത്തില്ലെങ്കിലും ബുദ്ധിമുട്ടിപ്പിക്കാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കി വിടുക. കാരണം ഞാൻ എല്ലാം വായിക്കും. ഞാൻ ഈ സോഷ്യൽ മീഡിയ വരുന്ന എല്ലാ കമന്റ്സും വായിക്കും. അപ്പോൾ ഞാൻ ആ വാല്യൂ കൊടുത്താണ് വായിക്കുന്നത്. അപ്പം പെട്ടെന്ന് ഒരു ബന്ധമില്ലാതെ നമ്മളെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഒരു വിഷമം വരും. പിന്നെ വിഷമം കൂടി വന്നുകൊണ്ട് പിന്നെ കൂടുതൽ വൈറ്റ് ബേസ് ആയിട്ടുള്ള സാരികൾ ചോദിക്കാറുണ്ട്. ഇതെല്ലാം പ്യുവർ വിസ്കോസ് ഓർഗൻസയിൽ വർക്ക് ചെയ്തെടുപ്പിച്ചേക്കുന്ന 90 ബിലോ 20,000 ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത്. അതിൻ്റെ ഡിഫറെൻറ്റ് ഇതിൻ്റെ കളേഴ്സും ഉണ്ട്. അതേപോലെ ഇപ്പം ഞാൻ വൈറ്റ് മാത്രമായിട്ടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഏത് ആൾക്കാർക്ക് വേണമെങ്കിൽ ഇത് ഉടുക്കാൻ പറ്റും. അഥവാ പെണ്ണിൻ്റെ അമ്മയ്ക്കും അതേപോലെ നല്ല റിച്ചായിട്ട് ഉടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരീസാണ്. അതുപോലെ പേസ്റ്റൽ ഷെയ്ഡ്, എല്ലാം പേസ്റ്റൽ ഷെയ്ഡായിട്ടുള്ള ഇതെല്ലാം നോക്കിയേ, പ്യുവർ ഹാൻഡ് വർക്ക് ചെയ്ത ഇത് ഹാൻഡ് വർക്ക് ചെയ്ത് എടുപ്പിച്ചേക്കുന്ന സാരിയാണ്. അത് ഒറിജിനൽ പ്യുവർ വിസ്കോസ് ഓർഗൻസയിൽ വന്നിട്ടുള്ള സാരീസാണ്. പിന്നെ നമ്മളുടെ നോക്കിയ ഈ ആ അറ്റം മുതൽ ആ അറ്റം വരെയും എല്ലാം റേഞ്ച് നോക്കണം. ഒരു 5,000 മുതൽ ഇതേ ബട്ടർ മിൽക്ക് സാരി, ബനാറസി സാരി, ക്രേപ്പ് ജോർജറ്റ് സാരി, അതുപോലെ ബനാറസി സിൽക്കിൻ്റെ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റി ഉണ്ട്. കാഞ്ചീപുരത്തിൻ്റെയും ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ നോക്കണം സോഫ്റ്റ് സിൽക്ക് സാരീസാണ് ഈ കാണുന്ന എല്ലാം. സോഫ്റ്റ് സിൽക്ക് എന്ന് വെച്ചാൽ പ്യുവർ സോഫ്റ്റ് സിൽക്കാണ്. അതെല്ലാം ഒരു 10,000 ബിലോ 12,000 ബിലോ ആ റേഞ്ചിലും നമ്മളിവിടെ അഫോർഡബിൾ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നോക്കി ഏറ്റവും ലോവസ്റ്റ് റേഞ്ചിലുള്ളത് 3,000-ൻ്റെ വെഡ്ഡിങ് സാരി ഉണ്ട്. ഇത് കൂടാതെ ഇതിൻ്റെ എക്സ്ട്രീമായിട്ടുള്ള കളക്ഷൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അപ്പുറത്തെ ഡോറിൽ വരുന്ന മറിയൻ ബൊട്ടിക്കിലാണ്. ഇത് നോക്കി, ഇത് ജസ്റ്റ് ഒരു ചെറിയൊരു കളക്ഷൻ എന്ന് പറയാം. ഇതിലും ഡെയിലി യൂസ് അതുപോലെ മറ്റുള്ള ഫംഗ്ഷന് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്ന നമ്മളുടെ മറിയൻ ബുട്ടിക്കിലുണ്ട്. പിന്നെ നോക്കിയാൽ ലക്നൗവി ചിക്കൻ കാരിയുടെ സ്പെഷ്യൽ ഉണ്ട് നമ്മളുടെ അടുത്ത്. കല്യാണത്തിന് വേണ്ടിയിട്ടൊക്കെ ലക്നൗവി ചിക്കൻ കാരി വർക്കിൻ്റെ സ്പെഷ്യലായിട്ടുള്ള നല്ല നോക്കി, ഇതെല്ലാം സിൽവർ ബേസ് ആയിട്ട് വന്നിട്ടുള്ള, സിൽവർ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ളത് എല്ലാം പ്യുവർ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ലക്നൗവി ചിക്കൻ. ഈ ഒരു സെക്ഷനെ ആ ഒരു ഡിസൈൻ ആയിരുന്നു വരുന്നത്. പിന്നെ നോക്കി നല്ല ടിഷ്യൂ സാരീസ് അങ്ങനെ ലോട്ട്സ് ഓഫ് കളക്ഷൻസ് ഉണ്ട്. എല്ലാവരും വരിക, വിസിറ്റ് ചെയ്യുക ഷോറൂമിൽ. അപ്പോൾ വന്നു കഴിയുമ്പോഴേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ ഏത് ടൈപ്പിലുള്ള സാരീസാണ് ഇതിനകത്തുള്ളതെന്നുള്ളത്. ഇനി നോക്കി അടുത്തത് ലാച്ച, ലെഹങ്ക, ഗൗണ്, വെഡ്ഡിങ് ഗൗണ് എല്ലാം നമ്മുടെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ലോവസ്റ്റ് സാരീസ് ഇവിടെ കാണാം. ഹായ് ഫ്രണ്ട്സ്, ഐ മേഴ്സി എഡ്വിൻ, മറിയൻ ബുട്ടിക്ക്, എറണാകുളം ആൻഡ് പത്തനംതിട്ട. നോക്കി, ഞാനിത് പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ എപ്പോഴും എൻ്റെ ഇൻട്രഡക്ഷൻ എന്ന് പറയുന്നത് ഹായ് ഫ്രണ്ട്സ്, ഐ മേഴ്സി എഡ്വിൻ എന്നാണ്. ഞാൻ മറിയൻ ബുട്ടിക്കിൻ്റെ ഓണറാണ്. 2019 ആണ് നമ്മളുടെ ഓൺലൈൻ മുഖേനയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം നമുക്ക് രാജാജി റോഡിൽ ഷോപ്പായി, കോൺവെൻറ്റ് ജംഗ്ഷനിലായിരുന്നു, എറണാകുളം കോൺവെൻറ്റ് ജംഗ്ഷനിലാണ് നമുക്ക് ആദ്യമായിട്ട് ചെറിയൊരു ഷോപ്പായിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഒരു ജസ്റ്റ് ഒരു 390 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഷോപ്പായിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ITC ഇന്ത്യ ടൊബാക്കോ കമ്പനിയിൽ ആസ് എ ഫിനാൻസ് അഡ്മിനായിട്ട് ജോലി ചെയ്ത ആളായിരുന്നു. അവിടുന്ന് റെസിഗ്നേഷൻ കൊടുത്തിട്ട് ഞാൻ ബിസിനസ് എൻ്റേതായിട്ടുള്ള താല്പര്യപ്രകാരം ഞാൻ ബിസിനസ്സിലോട്ടും നീങ്ങിയാണ്. അതിനുശേഷമാണ് ഈ 2019 കോവിഡ് സമയത്ത് നമ്മളുടെ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഈ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തത് മുതലാണ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എൻ്റെ ഈ ഒരു ഓരോ ദിവസവും ഉയർച്ച, ആ ഉയർച്ചയുടെ പിന്നിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കസ്റ്റമേഴ്സാണ്. എനിക്ക് ഒരുപാട് സപ്പോർട്ട് എൻ്റെ കസ്റ്റമേഴ്സ് എനിക്ക് തന്നിട്ടുണ്ട്, എൻ്റെ വ്യൂവേഴ്സ്. ഞാൻ ഒരു സീറോയിൽ നിന്ന് തുടങ്ങിയ ഒരാളാണ്. എനിക്കിപ്പോൾ എറണാകുളത്ത് കോൺവെൻറ്റ് ജംഗ്ഷനിൽ 4 ഷോപ്പുണ്ട്. അതായത് ഓൺലൈനും ഉണ്ട്, ഹോൾസെയിലും അവിടെ ഉണ്ട്. MG റോഡിൽ, രാജാജി റോഡിൽ സണ്ണി ഡയമണ്ട് ജ്വല്ലറിയുടെ നേരെ ഓപ്പോസിറ്റ് അവിടെ നമ്മളുടെ റീറ്റെയിൽ ഷോറൂമുണ്ട്. ആ സമയത്താണ് എല്ലാ കസ്റ്റമേഴ്സും, എൻ്റെ നാട് പത്തനംതിട്ടയാണ്, ഞാൻ പത്തനംതിട്ട ജനിച്ചു വളർന്ന ആളാണ്. അപ്പോൾ പത്തനംതിട്ടയാണ് എൻ്റെ നാട്. അപ്പം പത്തനംതിട്ടയിൽ എന്തുകൊണ്ട് എനിക്കൊരു ഷോപ്പ് ആയിക്കൂടാ എന്ന് വെച്ചിട്ട് നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ഒരു സപ്പോർട്ട്, ആ സപ്പോർട്ട് കാരണം പത്തനംതിട്ടയിൽ നമ്മളുടെ സ്ഥലം വാങ്ങിച്ച് നമ്മൾ ബിൽഡിങ് വെച്ച് നമ്മൾ മറിയൻ ടവറിൻ്റെ പേരിൽ ബിൽഡിംഗ് ആയി. അതിനുശേഷം അവിടെ എനിക്ക് ആ എല്ലാ പരിസരവും കേരളത്തിലുള്ള എല്ലാവരും, അതേപോലെ കേരളത്തിലെന്നല്ല ഓൾ വേൾഡാണ് എൻ്റെ കസ്റ്റമേഴ്സ് ഉള്ളത്. പുറത്തു നിന്നുള്ള കസ്റ്റമർ ആണെങ്കിലും അതുപോലെ നോർത്ത് ഇന്ത്യ എല്ലാവരും എനിക്ക് തരുന്ന ഒരു സപ്പോർട്ടാണ് എൻ്റെ. പിന്നെ നമുക്ക് ഇപ്പം ഞാനിവിടെ പുതിയതായിട്ട് ഇന്ന് ആരംഭിച്ചേക്കുവാണ്. ജൂലൈ 7 എൻ്റെ പുതിയ ഷോറൂം, അതായത് ബ്രൈഡ്സ് ഓഫ് മറിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെഡ്ഡിങ് സാരി സെൻറ്റർ. ഞാൻ ഇതുവരെ അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു കാര്യമായിരുന്നു. പക്ഷേ എങ്ങനെയോ എന്താണെന്നറിയത്തില്ല, ഒന്നും ചിന്തിക്കുക പോലും ചെയ്യാതുള്ള കാര്യത്തിൽ നിന്ന് ബ്രൈഡ്സ് ഓഫ് മറിയൻ്റെ ഒരു പത്തനംതിട്ടക്കാർക്കും അതിനടുത്തുള്ള ആൾക്കാർക്കും മറ്റുള്ള സ്ഥലങ്ങളിലോട്ട്, ആക്ച്വലി പത്തനംതിട്ടയിൽ ഒരു നല്ലൊരു വെഡ്ഡിങ് സാരിയുടെ ഒരു ഷോറൂം ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന എല്ലാവരും. തിരുവല്ല അല്ലെങ്കിൽ കോട്ടയം, എറണാകുളം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നിടത്തുനിന്ന് അപ്പോൾ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകും. കാരണം അത്രമാത്രം നല്ല വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഉണ്ട്. പിന്നെ എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് എനിക്ക് ഒരുപാട്, എൻ്റെ മോള്, എൻ്റെ ഹസ്ബൻഡ്. പിന്നെ ഇതിലെല്ലാം എൻ്റെ മെയിൻ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാൾ തന്നെയല്ല. ഞാൻ ജസ്റ്റ് ഒന്നിൽ പൈസ മാത്രം ഇറക്കുന്നതായിരിക്കും എൻ്റെ ഉത്തരവാദിത്തം. അതൊന്നുമല്ല, പൈസ കൊണ്ട് നമുക്കൊന്നും നേടാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് തരുന്ന ബാക്ക് സപ്പോർട്ട് എൻ്റെ സ്റ്റാഫാണ്. എൻ്റെ സ്റ്റാഫ് അവരെന്നെ ഒരു കുടുംബം പോലെ, ഞങ്ങളെല്ലാവരും ഒരു കുടുംബം പോലെ അവർ തരുന്ന ഒരു സപ്പോർട്ടിൻ്റെ ബലത്തിലും ഈ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് അവർ തരുന്ന ഒരു കസ്റ്റമർ വ്യൂവേഴ്സ് അവർ തരുന്ന സപ്പോർട്ടിൻ്റെ ബലത്തിലാണ് ഇന്ന് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ ദൈവം എനിക്ക് അവസരം ഒരുക്കി തന്നേക്കുന്നത്. ഇതെല്ലാം ദൈവകൃപ മാത്രമാണ്. ഞാൻ ഇതൊന്നും ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളോ സ്വപ്നം കണ്ടിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. അതുകൂടാതെ നമ്മളുടെ ഷോപ്പിൽ വരുമ്പോൾ ഏതൊരാൾക്കും നമുക്ക് നോർമലി എൻ്റെ കൂടുതലും ഒരു 25, ഒരു 30 മുതൽ ഒരു 80 വരെയുള്ള ഏജ് ലിമിറ്റുള്ള കസ്റ്റമേഴ്സാണ് കൂടുതലും വരുന്നത്. കാരണം എന്നെ ഒരുപാട് അവരിഷ്ടപ്പെടുന്നുള്ളത് എനിക്ക് നല്ലതായിട്ട് അറിയാവുന്ന കാര്യമാണ്. പിന്നെ എനിക്ക് 2 വർഷം 2019-ലും 2024-ലും എനിക്ക് ബെസ്റ്റ് വുമൺ ഓൺട്രപ്രണർ എന്ന അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെനിക്ക് വലിയൊരു അച്ചീവ്മെൻ്റാണ്. ഒരുപാട് പേരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും. ഇപ്പം എൻ്റെ മകളാണ് ഇപ്പം ഈ ബ്രൈഡ്സ് ഓഫ് മറിയൻ്റെ ഇൻചാർജ്. അപ്പം എൻ്റെ മകളെ കൂടെ വിളിച്ച് ഞാൻ പരിചയപ്പെടുത്തി തരാം. മോളുടെ പേര് എമ്മി ട്രീസ എഡ്വിൻ എന്നാണ്. കല്യാണം കഴിഞ്ഞു. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. വരൂ, വാ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് എമ്മി എന്നാണ്. അമ്മ കാരണമാണ് നമ്മൾ ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങിയത്. അപ്പോൾ ഓൾ ബിക്കോസ് ഓഫ് ഹെർ ആൻഡ് ഹെർ സപ്പോർട്ട് ഞാൻ പിന്നെ ഇങ്ങനൊരു ഇനീഷ്യേറ്റീവ് എടുക്കണം എന്ന് പറഞ്ഞു. ഷീ സപ്പോർട്ടഡ് മീ ഓൾ ത്രൂ ദിസ്. ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ഹെർ. സോ ഷീ ഈസ് മൈ ഇൻസ്പിറേഷൻ ആൻഡ് മൈ റോൾ മോഡൽ. സോ യെസ്. മലയാളത്തിൽ പറയാം എല്ലാവരും അല്ല, അമ്മ കാരണമാണ്, അമ്മയാണ് എൻ്റെ റോൾ മോഡല്. മലയാളത്തിൽ അതെ, അത്രേ ഉള്ളൂ. ഷോപ്പിന്റെ മോഡലും താങ്കളാണല്ലോ. അതും അമ്മ കാരണമാണ്. എനിക്ക് ഇങ്ങനെ പുറത്തേക്ക് വരണം എന്നൊട്ടും താല്പര്യമില്ല. പിന്നെ അമ്മ നിർബന്ധിച്ചതുകൊണ്ട് എൻ്റെ ഫോട്ടോ വെപ്പിച്ചു. സോ യെസ്. പിന്നെ നമ്മളുടെ ഓരോ ഐറ്റം നമ്മളെല്ലാ സ്ഥലത്തും, കൽക്കട്ടയായി, വാരണാസിയായി, ബോംബെ ആയി, കാഞ്ചീപുരമായി, സേലമായി, എവിടെ ഏതൊക്കെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് പോകാമോ
ആ വ്യൂവേഴ്സിൻ്റെ അടുത്തെല്ലാം പോയി നമ്മൾ ഹാൻഡ് പിക്ഡ് കളക്ഷൻസ് ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയേക്കുന്നത്. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ചെറിയ രീതിയിൽ ഓർണമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനും ഓർണമെൻറ്റ്സും അവർക്ക് വേണം എന്നുള്ള ഒരു നല്ല എന്താ പറയുന്നത് ഒരു ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനെ ഇന്ന് തന്നെ നമ്മൾ ഓർണമെൻറ്റ്സിന് അത് മറിയൻ ബുട്ടിക്കിലാണ്. ഇത് ബ്രൈഡ്സ് ഓഫ് മറിയന്, അത് മറിയൻ ബുട്ടിക്കിലാണ്. മറിയൻ ബുട്ടിക്കിൽ ഓർണമെൻറ്റ്സിൻ്റെ കൗണ്ടർ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലെല്ലാം കൂടുതൽ എനിക്ക് വിജയും ദേവികയും തന്ന സപ്പോർട്ട്. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ദിവസം ബൈ കോയിൻസിഡൻ്റ് എൻ്റെ ഷോറൂമിൽ വരികയും അതിനുശേഷം ഒരുപാട് കസ്റ്റമേഴ്സ് പുതിയ കസ്റ്റമേഴ്സും എൻ്റെ ഷോപ്പിലോട്ട് വരികയും എൻക്വയറി ചെയ്യും. രാജാജി റോഡിൽ, എറണാകുളത്തെ രാജാജി റോഡിൽ വെരി സൂൺ, ഇവിടുത്തെ ഇതൊരു കഴിഞ്ഞിട്ട് വെരി സൂൺ നമ്മുടെ ബ്രൈഡൽ കളക്ഷൻ്റെ ഇനിയും പുതിയൊരു വെഡ്ഡിങ് സെൻറ്റർ നമ്മൾ എറണാകുളത്ത് രാജാജി റോഡിലും തുടങ്ങണം എന്നുണ്ട്. ഇപ്പോൾ ആസ് ഓഫ് നോ നമ്മളുടെ കയ്യിൽ വെറൈറ്റി സാരീസും ചുരിദാറും കുർത്തീസും ലേഡീസിന് വേണ്ടുന്ന ഫോർമൽസ് എല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഷോപ്പുകൾ ഇനിയും ഫ്യൂച്ചർ അറിയില്ല, ഒന്നും പ്ലാൻ ചെയ്യാതുള്ള കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഓരോ ദിവസവും ദൈവം തമ്പുരാൻ തന്ന കൃപ ആണ് ഇങ്ങനെ ഇത്രയും ഈ ഒരു നിലയിൽ എന്നെ എത്തിച്ചേക്കുന്നത്. ഞാനിപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് ഐ എം വെരി പ്രൗഡ് ഓഫ് ഹർ. അമ്മ കാരണം അമ്മ ഒരു കോർപ്പറേറ്റ് ജോലിക്കാരിയായിരുന്നു. ആൻഡ് അമ്മയുടെ ആ ഒരു ധൈര്യം, ജോലി വിട്ട് ഇങ്ങനൊരു കട തുടങ്ങാൻ എനിക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു, തുടങ്ങിയാൽ എന്താവും. പക്ഷെ അമ്മ അത് ചെയ്ത് കാണിച്ചു. അപ്പോൾ അതെ, നമുക്ക് എല്ലാവർക്കും അമ്മ ഒരു ഇൻസ്പിറേഷനാണ്. അത് കാരണം കേട്ടോ ഞാൻ പിന്നെ ഈ ഫീൽഡിൽ കയറിയത്. എൻ്റെ ഹസ്ബൻഡ് പുള്ളിക്കാരൻ നല്ല സപ്പോർട്ട്. പിന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ മോന് ഞങ്ങൾ ഇനീഷ്യലി കോവിഡ് സമയത്ത് ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ മകൻ്റെ അടുത്താണ് പറയുന്നത് നമുക്ക് എന്തുകൊണ്ട് നമുക്കൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തുകൂടാ. അപ്പോൾ അവൻ എനിക്ക് വേറെ ഹീസ് എ മ്യൂസീഷ്യൻ, എറിക് ജോൺസൺ എന്നാണ് പേര്, മ്യൂസീഷ്യനാണ്. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു നീ എനിക്ക് ക്യാമറ വാങ്ങിച്ച് എനിക്കൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്ത. സോ ഒത്തിരി താങ്ക്ഫുള്ളാണ്. പിന്നെ ഈ കട ഞാൻ ഈ ബ്രൈഡ്സ് ഓഫ് മറിയൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, ഹീസ് നോ മോർ, ഒരു മാസമായുള്ളൂ. പക്ഷെ പുള്ളി എനിക്ക് ഭയങ്കരമായിട്ട് ഇതിൻ്റെ കടയുടെ എല്ലാ കാര്യങ്ങളും വേണ്ടുന്ന പേപ്പർ വർക്ക് എല്ലാം ചെയ്തു തന്നു. ബൈ ഇൻസിഡൻ്റലി അങ്ങനെ ഒരു ഇതുണ്ടായി, ഞങ്ങളുടെ കുടുംബത്ത് അങ്ങനെ ഒരു ട്രാജഡി ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ സിസ്റ്റേഴ്സ് എല്ലാവരും, എൻ്റെ സിസ്റ്റേഴ്സാണ് പത്തനംതിട്ടയിലെ കടയെല്ലാം അവരാണ് മാനേജ് ചെയ്യുന്നത്. എൻ്റെ അങ്കിളുമാണ്. ഞാൻ മാസത്തിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യമാണ് വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് ഓൺലൈനും ഹോൾസെയിലും റീറ്റെയിലും എറണാകുളത്ത് രാജാജി റോഡിലും കോൺവെൻറ്റ് ജംഗ്ഷനിലും ഷോപ്പുണ്ട്. എന്തായാലും ഓൾ ദ ബെസ്റ്റ്, എല്ലാം സക്സസ്ഫുൾ ആവട്ടെ. താങ്ക് യു. നിങ്ങളുടെ ഒരു കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതുണ്ടോ? ഉണ്ട്, നമുക്ക് കസ്റ്റമൈസേഷൻ ഉണ്ട്. ഇപ്പം എന്തെങ്കിലും സ്പെസിഫിക് ഡിസൈൻസ് ആയിട്ട് കസ്റ്റമർക്ക് ഇന്നത് വേണം, എന്തിലും ലെഹങ്കയായി ഇപ്പോൾ ഒരു പുതിയ സാരി അവരുടെ ഡിസൈനിൽ നമുക്ക് വീവ് ചെയ്ത് കൊടുക്കണമെങ്കിൽ പോലും നമുക്ക് കാഞ്ചീപുരത്ത് അതിനായിട്ടുള്ള സ്പെഷ്യലി വീവേഴ്സ് ഉണ്ട്. കസ്റ്റമർ തരുന്ന ഡിസൈനിന് തന്നു കഴിഞ്ഞാൽ ഒരു 15 days ടൈമിനുള്ളിൽ നമ്മൾ അവർക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ വീവ് ചെയ്ത് കൊടുക്കുക. ലെഹങ്ക ആണെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള, ഇപ്പോൾ ഏതെങ്കിലും സെലിബ്രിറ്റീസിൻ്റെ കണ്ട് ഇഷ്ടപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഓരോ ചെയ്തു തരുമെന്നാൽ ഡെഫിനറ്റ്ലി നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഗൗൺ ആണെങ്കിലും സാരി, എനിത്തിങ്. പിന്നെ സ്റ്റിച്ചിങ്ങും ഉണ്ട്, കസ്റ്റമൈസേഷൻ, ഹാൻഡ് വർക്കായി കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം. ഏത് രീതിയിലുള്ള കസ്റ്റമേഴ്സിനായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യണം? അതായത് സാധാരണ കസ്റ്റമേഴ്സ് മുതൽ ഏത് ലെവൽ വരെ? നമുക്ക് എല്ലാ സാധാരണ മുതൽ ഹൈ എൻഡ് വരെയുള്ള എല്ലാവരും. ഇപ്പം നമുക്കിപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന പ്രോഡക്റ്റ് എല്ലാം എല്ലാവർക്കും കേറ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. ആരാണെങ്കിൽ പോലും എല്ലാ റേഞ്ചിലുള്ള പ്രോഡക്ട്സും, ഇപ്പോൾ നല്ല യങ് ബ്രൈഡ്സായി, ഇപ്പോൾ അവർക്ക് ഫാമിലി മെമ്പേഴ്സിനുള്ള സാരിയായി, ലെഹങ്കയായി, എല്ലാവർക്കും പറ്റിയ സാധനങ്ങളുണ്ട് നമ്മുടെ കടയിൽ. ഇന്ന റേഞ്ച് എന്നില്ല, നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലുണ്ട്. ഒരു യൂണിക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എടുത്തു പറയാൻ എന്തായിരിക്കും ഉള്ളത്? നിങ്ങളുടേതായ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ? നമ്മുടേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐ തിങ്ക് നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് കാഞ്ചീപുരം സാരീസാണ്. കാരണം ഞാൻ, അമ്മ, പിന്നെ എൻ്റെ മദർ ഇൻ ലോ, ഷീസ് ഓൾസോ ഹെൽപ്പ് മീ എ ലോട്ട്. ഞങ്ങൾ 3 പേരും കൂടെ പേഴ്സണലി പോയി ഹാൻഡ് പിക്ക് ചെയ്ത സാധനങ്ങളാണ്. സ്പെഷ്യലി വീവേഴ്സിൻ്റെ അടുത്ത് പോയി തപ്പിപ്പിടിച്ച് തിരഞ്ഞെടുത്ത് ദിവസങ്ങളോളം ഓടി അലഞ്ഞ് പോയി എടുത്ത് ഹാൻഡ് പിക്ക് ചെയ്ത് വിത്ത് ലവ് ആൻഡ് ഹാർഡ് വർക്ക് ചെയ്ത സാധനങ്ങളാണ്.
അപ്പോൾ യെസ് എല്ലാം എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന സാരീസ് നമുക്ക് ഈ ഒരു ഏരിയയിൽ എങ്ങും ഇങ്ങനത്തെ സാരീസ് എന്തായാലും കിട്ടില്ല. അതിന് എനിക്ക് 100% അഷുറൻസ് തരാൻ പറ്റും. കാരണം അത്രയും നമ്മൾ കണ്ടറിഞ്ഞെടുത്ത പ്രോഡക്റ്റ്സ് ആണ്. പിന്നെ കസ്റ്റമേഴ്സിൻ്റെ നമുക്കറിയാം, ഇത്രയും നാളുകളുള്ള ഈ ഒരു ജേണി കൊണ്ട് നമുക്കറിയാം അവരുടെ ടേസ്റ്റ് എന്താണ്, അവർക്ക് ഏത് കളറാണ് വേണ്ടുന്നത്, അവരുടെ റേറ്റ് എന്താണ് വരുന്നത്. നോക്കി നമുക്ക് ഹൈ എൻഡായിട്ടുള്ള അങ്ങനെയുള്ള ഒരു നമുക്ക് സാധാരണ ലെവലിൽ നിന്നുള്ള ഒരു കസ്റ്റമേഴ്സ് മുതൽ മുന്നേ അങ്ങനെ ഒരു ഗ്രോത്താണ്. കാരണം ഞാനൊരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു ആളായിരുന്നു. അതിൽ നിന്നാണ് ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് എനിക്ക് എല്ലാവരോടും, എൻ്റെ വ്യൂവേഴ്സിനോട്, എന്നെ കണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാം, ഇനിയുള്ള സമയങ്ങളിലും നിങ്ങളുടെ മോറൽ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്നെ ആരും കൈവടി ചെയ്യരുത്, നിങ്ങൾ സപ്പോർട്ട് തരിക. നാളെ മോള് ടേക്ക് കെയർ ചെയ്യുമ്പോഴും മോക്കും ആ ഒരു സപ്പോർട്ടായിട്ട് കൊടുക്കാം. പിന്നെ മോളുടെ എൻ്റെ മകൻ, അത് മോളെ കല്യാണം കഴിച്ച് അവർ ഫാമിലി ആണെങ്കിലും ഒരുപാട് നമുക്ക് സപ്പോർട്ടാണ്, ഒത്തിരി സപ്പോർട്ടാണ്. കാരണം നല്ലൊരു ദൈവനമ്പുരാൻ്റെ എല്ലാം ഒരു ബ്ലെസ്സിങ്സ് ആയിട്ടാണ് ഞങ്ങളുടെ ഇതുവരെയുള്ള ജീവിതം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു. എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം. വളരെ സന്തോഷം. പോകണമെന്നുണ്ടെങ്കിൽ ഇതാർക്കും പറയാൻ പറ്റത്തില്ല ഇതൊരു സ്വർണ്ണമല്ലെന്നുള്ളത്. ഇതാ വിജയ് വേണം ഒന്നുകൂടെ ഒന്ന് കൊളുത്തി കൊടുത്തേരാന്ന്. ഇതാ മുടി ഒന്ന് മാറ്റിയത് കണ്ടോ, സൂപ്പർ. ഇതിന്റെ കോസ്റ്റ് കൂടെ വേണമെങ്കിൽ പറയാം. എത്രയാ കോസ്റ്റ്? നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റ് ആണെന്നുള്ളതിനാണ് ഈ കോസ്റ്റ് പറയുന്നത് കേട്ടോ. 1490, 1500-നകത്താണ്. കണ്ടോ, ഇത്രേ ഉള്ളൂ. കണ്ടില്ലേ? ദേവിക്ക് ഇട്ടോണ്ട് പോകുമ്പോ ആർക്കും പറയാൻ പറ്റത്തില്ല കേട്ടോ, ഇത് ഗോൾഡ് അല്ലെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ലേ. കൊള്ളാം, സൂപ്പർ. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ദേവികയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നു. ഈ പേര് ഭയങ്കര ഇഷ്ടമായി. ഇവര് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇവരുടെ നിന്ന് വാങ്ങിക്കുകയാണ് കേട്ടോ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. അടിപൊളിയാവട്ടെ. ഓൾ ദി ബെസ്റ്റ്.